ശ്രീ എൻ ശ്രീകുമാർ, പാട്ട് വലിയൊരു സന്ദേശമാണ്. ആസ്വാദനത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, ആവേശത്തിൻ്റെ ഒക്കെ സന്ദേശമാണ്. അത് ആസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പാട്ടിലൂടെ അലോഹ്യമുണ്ടാക്കുന്നു വീണ്ടും അലോഷി. ഇവിടെ ഈ കണ്ണൂര് ഒരു ക്ഷേത്രത്തില് പാട്ട് പാടിയത് അലോഷിയാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എനിക്കറിയില്ല ഇതിനെ കുറിച്ച്. ഇത് കണ്ണൂരല്ല സാർ, ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരിയിൽ, അതായത് കടക്കലിന് അധികം ദൂരെയൊന്നുമല്ല. അവിടെ വന്ന് വീണ്ടും വിപ്ലവഗാനം പാടുകയാണ്, ലാൽസലാം വിളിക്കുകയാണ്. ശരി ശരി, ഞാൻ കണ്ണൂരിനാണ് ധരിച്ചത്. കണ്ണൂര് വേറെ വിഷയമുണ്ട് കേട്ടോ. കണ്ണൂർ ഇന്നും ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ ചെഗുവേരയുടെ ചിത്രമുള്ള ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഇന്നും ആഘോഷിക്കുന്ന ചിത്രവും നമ്മൾ കണ്ടു. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. മറ്റേതിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇത് ക്ഷേത്രങ്ങള് എന്താണെന്നും ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം. ക്ഷേത്ര പരിസരത്ത് കലാപരിപാടികൾ നടത്തുന്നത് നിഷിദ്ധമല്ല. ക്ഷേത്രത്തിനുള്ളില് എന്തൊക്കെ കലാപരിപാടികൾ നടത്തണമെന്നുള്ളത് അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ചെയ്തു പോരുന്നത്. ഇപ്പൊ ചില വാദ്യഘോഷങ്ങൾ ക്ഷേത്രത്തിനകത്ത് നടത്താറില്ല, ചിലത് പുറത്ത് മാത്രമേ നടത്താറുള്ളൂ. ആസുര വാദ്യം സംബന്ധിച്ചും ഇങ്ങനെ ചില നിഷ്കർഷമൊക്കെ ഉണ്ട്. അതുപോലെ പാണ്ഡ്യമേളം, പഞ്ചാരി മേളം ഒക്കെ എവിടെയൊക്കെ കൊട്ടണം എന്നതിനെ കുറിച്ചുമുണ്ട്. അതുപോലെ ക്ഷേത്രത്തിനുള്ളില് നടത്തുന്ന കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് എന്നതിനെ കുറിച്ചുമുണ്ട്. ഇപ്പൊ പുരാണങ്ങൾ പറയുന്ന, പുരാണ കഥകൾ പറയുന്ന ബാലെ, അതുപോലെ തന്നെ മറ്റു നാടകങ്ങള്, നൃത്തങ്ങള്, നൃത്തരൂപങ്ങൾ, ഇതൊക്കെയാണ് ക്ഷേത്രത്തിനുള്ളില്. ഇത് ഓരോ പ്രദേശമനുസരിച്ച് മാറും. ഇപ്പൊ തിരുവിതാംകൂർ ഭാഗത്താണെങ്കിൽ കഥകളിക്കാണ് കൂടുതൽ പ്രാധാന്യം, ഓട്ടംതുള്ളലിനാണ് പിന്നെ പ്രാധാന്യം. തൃശ്ശൂർ വരുമ്പോൾ അത് നമ്മളുടെ ഭരതനാട്യത്തിലേക്കും മോഹിനിയാട്ടത്തിലേക്കും ഒക്കെ, ബാലയിലേക്കൊക്കെ മാറുന്നു. വടക്കൻ മലബാറിലേക്ക് വരുമ്പോൾ അത് തെയ്യം, ആ ഒരു പ്രാചീന കലാരൂപങ്ങളിലേക്കൊക്കെ മാറും. അപ്പൊ ഇതെല്ലാം അനുസരിച്ചുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ എല്ലാ മത ജാതി വേലിക്കെട്ടുകളൊക്കെ നോക്കാതെ തന്നെ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്ന് പറയേണ്ടി വന്നതില് ഒരു ചെറിയൊരു ദുഃഖം എനിക്കുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഇതിൽ എന്താ ബന്ധം എന്നൊരു ചോദ്യം വരും. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല, നമ്മുടെ അറിവിൽ പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു CPM വിരുദ്ധ മനോഭാവത്തിൽ പറയുന്നതല്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായി. ഈ സംഭവങ്ങൾക്ക് ശേഷം അതില് സംസ്ഥാന പോലീസിന്റെ വിഭാഗം ഇടപെട്ടില്ല, നീതിന്യായ വിഭാഗം ഇടപെട്ടു. അപ്പൊ നിയമസംഹിത, കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു, തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒന്നിനെ ഭയമില്ല എന്നുള്ളതാണ്. അത് സമൂഹത്തില് നൽകുന്ന സന്ദേശം ദോഷകരമുണ്ടാക്കിയേ ഉള്ളൂ. കാരണം ഇതിപ്പോ നാളെ വേറെ ആർക്കും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഉത്സവത്തിനിടയ്ക്ക് സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉത്സവത്തിൽ പങ്കാളികളാകാറുണ്ട്. പക്ഷെ അവിടെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളൊന്നും ഉയർത്താറില്ല. അത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നതാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരം തന്നെ പറയാം. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും വർണ്ണ മനോഹരമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കുടമാറ്റമാണ്. ഈ കുടമാറ്റത്തില് വേണമെങ്കിൽ ത്രിവർണ്ണ പതാക വെച്ചുകൊണ്ട് കുട ഉണ്ടാക്കാം. കാരണം ചുവപ്പ് കുട അപ്പുറത്തുണ്ട്, പച്ചക്കുട അപ്പുറത്തുണ്ട്, കാവിക്കുടയുണ്ട്. എങ്കിൽ പിന്നെ ത്രിവർണ്ണ കുടയുടെ ആയിക്കുടയെന്ന് ചോദിച്ചാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ത്രിവർണ്ണ കളറ് തൃശ്ശൂർ പൂരത്തിൽ ഇന്നവരെ ഞാൻ ഉയർത്തിയായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ആ നിറത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ദേശീയ പതാകയുടെ നിറം എന്നുള്ളതൊക്കെ പിന്നെ ചിന്തിക്കുകയുള്ളൂ. കാരണം മറ്റുള്ളതൊക്കെ ചുവപ്പ് എന്നുള്ളത് അത് വെറും ചുവപ്പ് മാത്രമാണ്. ആരെങ്കിലും കൊടി ചുവപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പച്ച, അതൊരു പച്ച നിറമാണ്, ഹരിത ഭംഗിയാണ്. അത് വേറെ ആളുടെ കൊടിയുടെ നിറമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ പറഞ്ഞ് ചുവപ്പും വെള്ളയും പച്ചയും കൂടെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അതിനൊരു ഇതെന്താണ് ഇങ്ങനെ എന്നൊരു ആരോപണം വന്നേക്കാം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പരിപാലിച്ച് പോന്നിട്ടുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ജില്ലയിലെ കടക്കലിലും, അതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തിരുവനന്തപുരത്തും കണ്ണൂരിലും ഒക്കെ നമ്മൾ കേട്ടത്, കണ്ണൂരിലാണ് ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങള് അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്താ അവർ ഉദ്ദേശിക്കുന്നത്? കാരണം രാഷ്ട്രീയ കക്ഷികളെ ക്ഷേത്ര പരിസരത്ത് അവരുടെ വിപ്ലവഗാനം ആലപിക്കുന്നത് എന്തിനാണ്? കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്. കലാപരിപാടികൾ അവിശ്വാസികൾക്കും കാണാം. അപ്പൊ വിശ്വാസികൾക്ക് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണ്?
അവർ പരിപൂർണ ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ പരിപൂർണ ക്ഷേത്രാചാരം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും തൃശ്ശൂർ പൂരത്തെ ഉദാഹരിക്കാം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് 30 മണിക്കൂർ, 30 hours, 30 മണിക്കൂർ ഇടതടവില്ലാതെ നടക്കുന്ന, വിശ്രമമില്ലാതെ നടക്കുന്ന ഒരു ക്ഷേത്രാചാര ചടങ്ങാണ് തൃശ്ശൂർ പൂരം. ആ ചടങ്ങ് മൈതാനത്തേക്ക്, തേക്കിൻകാട് മൈതാനത്തേക്ക് വരുമ്പോൾ അതിന് ആലവെട്ട വെഞ്ചാമര പട്ടുകൂടെ ചൂടി വാദ്യഘോഷങ്ങളോടെ അലങ്കരിക്കുമ്പോഴാണ് പൂരം എന്ന ആ മഹോത്സവം ഉണ്ടാകുന്നത്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അത് വെറും ചടങ്ങായിട്ട് മാത്രം മാറും. അതാണ് ഇടതടവില്ലാതെ എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ ആ വിശ്വാസവും ഈ ആഘോഷവും ഒത്തുചേരുന്ന അവിടെ പോലും, 10,000 നിരക്കുന്ന അവിടെ പോലും ഇങ്ങനെയുള്ള ഒരു സംഘടിത രാഷ്ട്രീയം കാണിച്ചിട്ടില്ല. അടുത്ത കാലത്ത് കാണിച്ചു എന്നുള്ള വേറെ കാര്യം പിന്നെ പറയാം. പക്ഷേ ക്ഷേത്രത്തിൽ ഒരു പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗാനമേള നടത്തുമ്പോൾ അവിടെ ഏത് പാട്ട് പാടണമെന്ന് ക്ഷേത്രാധികാരികൾ ആദ്യമേ തന്നെ പറയാറുണ്ട്. ഇവിടെ നിങ്ങൾ പാടേണ്ടത് സിനിമാ ഗാനങ്ങളാണെങ്കിലും ഭക്തിരസ പ്രധാനമാകണം. ഇവിടെ നിങ്ങൾ പാടേണ്ടത് കീർത്തനങ്ങളാണ്. അതുകൊണ്ട് അതാണ് ആ ക്ഷേത്രത്തിലെ ഗാനമേളകൾക്കുള്ള പ്രത്യേകത. ഇപ്പൊ അത് പള്ളികളിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, മറ്റേ ഏത് ആരാധനാ കേന്ദ്രങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് അവിടെ ഭക്തിരസ പ്രധാനമായ സംഗീതം ഒഴുകേണ്ട ഒരു സ്ഥലത്ത്, പഞ്ചരത്ന കീർത്തനാലാപം ഉണ്ടാകേണ്ട ഒരു സ്ഥലത്ത് വിപ്ലവഗാനം ആലപിക്കുന്നത് അനൗചിത്യം എന്ന് മാത്രമല്ല അഹങ്കാരമാണ്. ആ അഹങ്കാരം എന്ന് പറയുന്നത് പേടിയില്ലായ്മ കൊണ്ടാണ്. ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങളെ ആരുണ്ട് നിയന്ത്രിക്കാൻ എന്നൊരു ചിന്ത വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേൾക്കുകയേ നിവർത്തിയുള്ളൂ, അല്ലെങ്കിൽ ചെവി പൊത്തിയിരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതിന്റെ കാരണക്കാരാണ് ഈ പോലീസുകാർ ഇത്രയും കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇത് കേൾക്കുകയാണ്. ഈ പോലീസുകാർക്ക് അറിഞ്ഞൂടെ ഈ സംഭവത്തെ കുറിച്ച്? എന്തുകൊണ്ടാണ് പോലീസുകാരെ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അപ്പൊ ഈ വക കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നിയമപാലകര്, കോടതി വിധികള്, ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണ്. സാധാരണ ഇതിൽ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ നിഷ്കർഷത പുലർത്തേണ്ടത് ഉണ്ടാകില്ല. ഇപ്പൊ കടക്കലുണ്ടായപ്പോ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് നടപടിയെടുക്കും, ഇനി ഉണ്ടാകില്ലെന്നൊക്കെയാണ്. ഇത് തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ ജില്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ, കൃഷ്ണരാജ് പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണല്ലോ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രശാന്തിന്റെ വീട് തിരുവനന്തപുരത്തല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ആവർത്തിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്?